ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ചരിത്ര രേഖകൾക്കപ്പുറം 4000 വർഷങ്ങൾക്ക് ഇപ്പുറവും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പേരുണ്ട്, അബ്രഹാം. ഇന്ന് നമ്മൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യഹൂദന്മാർക്കും ക്രൈസ്തവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആത്മീയ പിതാവ്. വെറുമൊരു ഗോത്ര തലവനല്ല അദ്ദേഹം, മറിച്ച് അദർശനായ ദൈവത്തിൻ്റെ വിളി കേട്ട് അനിശ്ചിതത്തിലേക്ക്, മരുഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ. ഈ യാത്രയിൽ നമ്മൾ തിരയുന്നത് അബ്രഹാമിൻ്റെ ചരിത്രമല്ല, മറിച്ച് അബ്രഹാമിൻ്റെ ജീവിതം നേരിട്ട അതിതീവ്രമായ പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഊർ എന്ന പുരാതന നഗരത്തിൽ അബ്രാം എന്ന അബ്രഹാം, സുമേറിയൻ സംസ്കാരം നിലനിൽക്കെ വിഗ്രഹ ആരാധനകളും ബഹുദൈവ വിശ്വാസവും നിറഞ്ഞ ആ തിരക്കേറിയ നഗരത്തിൽ തൻ്റെ പിതാവായ തേരഹിനോടൊപ്പം സുരക്ഷിതമായ ജീവിതം നയിച്ചിരുന്ന അബ്രഹാം. എന്നാൽ ആ ആൾക്കൂട്ടത്തിനിടയിലും കാണാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാം തിരിച്ചറിഞ്ഞു. അതൊരു വിപ്ലവകരമായ മാറ്റമായിരുന്നു. പരിചിതമായ ജീവിതത്തിൽ നിന്നും അപരിചിതമായ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പരീക്ഷണം. എന്തുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്? അദ്ദേഹം വീരനായ ഒരു പോരാളി ആയതുകൊണ്ടോ മഹാനായ പ്രവാചകനായതുകൊണ്ടോ മാത്രമല്ല. ദൈവത്തെ വിശ്വസിക്കുക എന്നത് സുഖകരമായ ഒരു യാത്രയല്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി. പരീക്ഷണങ്ങൾ അദ്ദേഹത്തെ തേടി വന്നത് തകർക്കാൻ ആയിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ജനതയുടെ പിതാവാകാൻ അദ്ദേഹത്തെ പാകപ്പെടുത്താനായിരുന്നു. വാഗ്ദത്ത നാട്ടിൽ എത്തിയ ഉടനെ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന കഠിനമായ ക്ഷാമം, മക്കളില്ലാതെ കടന്നുപോയ ദീർഘമായ വർഷങ്ങൾ, ഒടുവിൽ തൻ്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച ഏകമകനെ ബലിയർപ്പിക്കാൻ മല കയറേണ്ടി വന്ന മനുഷ്യൻ. ഇങ്ങനെയുള്ള 10 വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് അബ്രഹാം കടന്നുപോയത്. ഓരോ തവണയും ദൈവം വിശ്വസ്തനാണ് എന്ന് അദ്ദേഹം ലോകത്തിനു മുൻപിൽ കാണിച്ചു കൊടുത്തു. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്ത് അബ്രഹാമിൻ്റെ ജീവിത ചരിത്രത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇരുട്ടിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, ഉറപ്പില്ലാത്ത വഴികളിലൂടെ നടക്കാൻ ധൈര്യം കാണിക്കുക. ഈ യാത്രയിൽ നാം അബ്രഹാമിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുകയാണ്. അബ്രഹാമിൻ്റെ ആദ്യത്തെ പരീക്ഷണമായ ദൈവത്തിൻ്റെ ശബ്ദം ഇതായിരുന്നു: അബ്രഹാമേ, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ആ ദേശത്തേക്ക് പോകണം. ഇതൊരു ചെറിയ പരീക്ഷണമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ സുരക്ഷിതത്വം എന്നത് അവൻ്റെ കുടുംബവും ഗോത്രവും താമസിക്കുന്ന ദേശവും ആയിരുന്നു. സ്വന്തം നാടുവിട്ട് പുറത്തേക്ക് പോകുക എന്നത് സകല സുരക്ഷാ കവചങ്ങളും ഉപേക്ഷിക്കുക എന്നാണ്. അബ്രഹാമിന് അന്ന് 75 വയസ്സായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വിശ്രമിക്കേണ്ട സമയത്ത് എങ്ങോട്ടെന്നറിയാത്ത ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടാൻ എത്ര വലിയ വിശ്വാസം വേണമെന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം അവന് വലിയൊരു വാഗ്ദത്തം നൽകി. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ ഈ വാഗ്ദത്തം ലഭിക്കുമ്പോൾ അബ്രഹാമിന് മക്കളില്ലായിരുന്നു. അബ്രഹാം തൻ്റെ യുക്തിയേക്കാൾ ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിച്ചു. ആദ്യം അവർ ഹാരാനിലേക്ക് പോയി. എന്നാൽ ഹാരാൻ അവരുടെ ലക്ഷ്യസ്ഥാനം ആയിരുന്നില്ല, അതൊരു ഇടത്താവളം ആയിരുന്നു. ഹാരാനിൽ വെച്ച് അബ്രഹാമിൻ്റെ പിതാവിൻ്റെ മരണശേഷം ദൈവം വീണ്ടും ഓർമ്മിപ്പിച്ചു യാത്ര തുടരാൻ. അപരിചിതമായ മനുഷ്യർക്കിടയിലൂടെ അബ്രഹാം യാത്ര തുടർന്നു. കനാൽ ദേശത്തേക്ക് അദ്ദേഹം കാൽ വയ്ക്കുമ്പോൾ അവിടെ താനൊരു പരദേശിയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒന്നും സ്വന്തമായില്ലാത്ത, എന്നാൽ സർവവും ദൈവത്തിന് സമർപ്പിച്ച ഒരു മനുഷ്യൻ്റെ പ്രയാണം. അബ്രഹാമിൻ്റെ ഈ ജീവിതമാറ്റം അബ്രഹാമിൻ്റെ ഒരു മോചനം ആയിരുന്നു. വിഗ്രഹ ആരാധനയുടെ പടുകുഴിയിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള ഉയർച്ച. അബ്രഹാം തൻ്റെ സുരക്ഷിതത്വം കളഞ്ഞുകൊണ്ട് എല്ലാ സുരക്ഷിതത്വവും ദൈവത്തിന് സമർപ്പിച്ച് ദൈവവിളിയിൽ നടന്നതാണ് അദ്ദേഹത്തെ വിശ്വാസികളുടെ പിതാവ് എന്ന പദവിയിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇതൊരു തുടക്കമായിരുന്നു.
അബ്രഹാം വാഗ്ദത്ത നാട്ടിൽ എത്തിയ ഉടനെ അദ്ദേഹത്തെ കാത്തിരുന്നത് പാലും തേനും ഒഴുകുന്ന സ്ഥലമായിരുന്നില്ല, മറിച്ച് വലിയ കഠിനമായ ക്ഷാമമായിരുന്നു. അദ്ദേഹം പോലും അറിയാതെ തൻ്റെ വിശ്വാസം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ദൈവം കാണിച്ചു തന്ന കനാൻ ദേശത്തെത്തുമ്പോൾ വലിയൊരു സമാധാനവും നന്മയും ചിലപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചു കാണും. എന്നാൽ അദ്ദേഹം എത്തിപ്പെട്ടത് വലിയൊരു ക്ഷാമത്തിലേക്കായിരുന്നു. ക്ഷാമം സഹിക്കാൻ വയ്യാതെ ഈജിപ്തിലേക്ക് അഭയം തേടിപ്പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ അവിടെയും ദൈവം അവനെ കൈവിട്ടില്ല. ഫറവോൻ്റെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിച്ച് വീണ്ടും വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് അവരെ എത്തിച്ചു. പരീക്ഷണങ്ങൾക്കിടയിലും ദൈവം തൻ്റെ സംരക്ഷണം അവനിൽ നിന്ന് മാറ്റിയില്ല. കനാനിലേക്ക് മടങ്ങി വന്ന ഇവർക്ക് അടുത്ത പരീക്ഷണമായിരുന്നു അവർ നേരിടേണ്ടി വന്നത്. ഒരുപാട് കന്നുകാലികളും സ്വത്തുക്കളും ഉണ്ടായിരുന്നു. സ്ഥലം തികയാതെ വന്നപ്പോൾ അവരുടെ ഇടയന്മാർ തമ്മിൽ തർക്കമുണ്ടായി. അബ്രഹാമും ലൂത്തും തമ്മിലുള്ള ഈ തർക്കം അബ്രഹാം ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ കടന്നുപോയി. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തേക്ക് പോയാൽ ഞാൻ വലത്തേക്ക് പോകാം, നീ വലത്തേക്ക് പോയാൽ ഞാൻ ഇടത്തേക്ക് പോകും. അബ്രഹാമിൻ്റെ ഈ സ്വാർത്ഥതയില്ലാത്ത, വിട്ടുകൊടുക്കാൻ മടിയില്ലാത്ത സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. ലോത്ത് ഫലഭൂഷ്ടമായ സോദോം പ്രദേശം തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നിൻ പ്രദേശത്തിൽ താമസമായി. എന്നാൽ ലോത്ത് തിരഞ്ഞെടുത്ത ആ നഗരം പാപത്തിൻ്റെ കേന്ദ്രമായിരുന്നു. താമസിയാതെ അബ്രഹാമിന് മറ്റൊരു വെല്ലുവിളി കൂടി നേരിടേണ്ടി വന്നു. 4 രാജാക്കന്മാർ ചേർന്ന് സോദോമിനെ ആക്രമിക്കുകയും അബ്രഹാമിൻ്റെ സഹോദരി പുത്രനായ ലോത്തിനെ തടവുകാരനായി പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു. സമാധാനപ്രിയനായ ഒരു ഇടയനായ അബ്രഹാം അവിടെ ഒരു പോരാളിയായി മാറുകയാണ്. തൻ്റെ പക്കലുണ്ടായിരുന്ന 300-ലധികം സേവകരെ കൂട്ടി ആ രാജാക്കന്മാരെ പിന്തുടർന്ന് തോൽപ്പിച്ചു കളഞ്ഞു. അബ്രഹാമിൻ്റെ പോരാട്ടം യുദ്ധങ്ങളോ ക്ഷാമങ്ങളോ ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സമയമായിരുന്നു. ദൈവം തന്ന വാഗ്ദത്തം നിറവേറാൻ ഒരുപാട് നാളുകൾ ഇനിയും പോകേണ്ടതുണ്ട്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രായവും കൂടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് തലമുറകളില്ലായിരുന്നു എന്നുള്ള ആ വലിയ പരീക്ഷണം അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, നിന്റെ സന്തതിയെ കൊണ്ട് ഈ ഭൂമിയെ നിറയ്ക്കും, ഇപ്പോഴും അത് വെറുമൊരു വാക്കായി അവശേഷിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് അബ്രഹാമിനെ ദൈവം രാത്രിയിൽ പുറത്തേക്ക് വിളിക്കുന്നത്. ആകാശത്തിലെ എണ്ണമറ്റ നക്ഷത്രങ്ങളിലേക്ക് നോക്കാൻ ദൈവം ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിന്റെ സന്തതികൾ ഇത്രത്തോളമാകുന്നു. അപ്പോഴും തൻ്റെ ശൂന്യമായ കൈകളിലേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ചു. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. 10 വർഷം കനാനിൽ അവർ താമസിച്ചിട്ടും ഫലമില്ലാത്തതുകൊണ്ട് അവർ മനുഷ്യരുടെ വഴിയിൽ സഞ്ചരിച്ചു. സ്വന്തം ദാസിയായ ഹാഗറിലൂടെ ഒരു മകനെ നേടുക എന്ന സാറയുടെ നിർബന്ധത്തെ അദ്ദേഹം അനുവദിച്ചു കൊടുത്തു. അത് വെറുമൊരു മാനുഷിക ചിന്ത മാത്രമായിരുന്നു. ഇതിലൂടെ ഇസ്മായേൽ ജനിച്ചു. ഇസ്മായേലിൻ്റെ ജനനം അബ്രഹാമിന് വളരെ സന്തോഷമായിരുന്നു. പക്ഷേ അത് കുടുംബത്തിൽ വലിയ അസ്വസ്ഥതകൾക്ക് കാരണമായി തീർന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറാൻ മനുഷ്യൻ്റെ സഹായം ആവശ്യമില്ലെന്ന് ദൈവം തെളിയിക്കാൻ പോകുകയായിരുന്നു. നീണ്ട 13 വർഷത്തെ മൗനത്തിനു ശേഷം അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അസാധ്യമായത് ഒന്നുമില്ലാത്ത ദൈവമെന്ന നിലയിൽ അബ്രഹാമിനോട് ദൈവം തൻ്റെ ഉടമ്പടി പുതുക്കി. അബ്രാമിനെ അബ്രഹാം എന്ന പേരിലേക്കും സാറായുടെ പേര് സാറ എന്നും ദൈവം മാറ്റി. അനേകം ജനങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെട്ടു. വിശ്വാസം നിങ്ങളുടെ സാഹചര്യങ്ങളെ മറികടക്കുമെന്നും വൃദ്ധരായ ഞങ്ങൾക്ക് മക്കൾ എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ചിരിയിൽ നിന്നാണ് ഇസഹാക്ക് എന്ന പേര് വരുന്നത്. അബ്രഹാം തങ്ങളുടെ സാഹചര്യത്തെ നോക്കിയില്ല, ദൈവം തന്ന വാഗ്ദത്തത്തെ മാത്രം വിശ്വസിച്ചു. പരീക്ഷണങ്ങൾക്കിടയിൽ നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ പദ്ധതിയെ മാറ്റാൻ കഴിയില്ല എന്ന് അബ്രഹാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. അത്ഭുതകരമായി ലഭിച്ച ഇസഹാക്കിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആ പരീക്ഷണം. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും തീവ്രമായ ഹൃദയഭേദവുമായ ആ ഘട്ടം
സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുന്ന ആ മഹാപരീക്ഷണം. ദൈവത്തിൻ്റെ വാഗ്ദത്തം അത്ഭുതകരമായി നിറവേറി. അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ എല്ലാ പ്രകൃതി നിയമങ്ങളെയും മറികടന്നുകൊണ്ട് ഇസഹാക്ക് ജനിച്ചു. ആ കുഞ്ഞ് അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ പ്രകാശമായിരുന്നു. താൻ ഇത്ര നാളും കാത്തിരുന്ന, കഷ്ടപ്പെട്ട എല്ലാത്തിനും ദൈവം മറുപടി നൽകി. എന്നാൽ ഇസഹാക്ക് വളർന്നു വലുതായപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അളക്കുന്ന ഏറ്റവും വലിയ കഠിനമായ പരീക്ഷണം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോയി ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ഒരു മലയിൽ അവനെ എനിക്ക് യാഗം അർപ്പിക്കണം. ഈ വാക്കുകൾ കേട്ട അബ്രഹാമിൻ്റെ ഉള്ളിൽ ഉണ്ടായ ആഘാതം എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഒരു വശത്ത് താൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന മകൻ, മറുവശത്ത് ആ മകനിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം നൽകിയ ദൈവം ആ മകനെ തന്നെ കൊന്നുകളയാൻ ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം എങ്ങനെ നിറവേറും? ഈ ഒരു പ്രതിസന്ധി ഏതൊരു മനുഷ്യൻ്റെയും വിശ്വാസം തകർക്കുമായിരുന്നു. പക്ഷേ അബ്രഹാം അവിടെയും തളർന്നില്ല, തർക്കിച്ചില്ല. അദ്ദേഹം ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചില്ല. പിറ്റേന്ന് അതിരാവിലെ അദ്ദേഹം എഴുന്നേറ്റു. യാഗത്തിനുള്ള വിറകും കത്തിയുമെടുത്ത് ഇസഹാക്കിനെയും കൂട്ടി മോറിയ മലയിലേക്ക് പോയി. 3 ദിവസത്തെ യാത്ര. ഈ 3 ദിവസവും അബ്രഹാം തൻ്റെ മകൻ്റെ മുഖമാണ് കണ്ടത്. ഓരോ ചുവടും തൻ്റെ മകൻ്റെ മരണത്തിലേക്കുള്ള ദൂരമായിരുന്നു. എങ്കിലും അബ്രഹാം പിന്തിരിഞ്ഞില്ല. മലയുടെ ചുവട്ടിലെത്തിയപ്പോൾ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, ഞാനും മകനും പോയി യാഗം കഴിച്ചിട്ട് തിരിച്ചു വരാം. ശ്രദ്ധിക്കുക, മടങ്ങി വരാമെന്നാണ് അബ്രഹാം പറഞ്ഞത്. മകൻ മരിക്കുമെന്ന് ഉറപ്പായിട്ടും മകനെ ഉയർപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള വലിയ വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നു. മല കയറുമ്പോൾ ഇസഹാക്ക് ചോദിച്ചു, അപ്പാ, തീയും വിറകുമുണ്ടല്ലോ, യാഗമൃഗം എവിടെയാണ്? ഒരു പിതാവിൻ്റെ ഹൃദയം തകർക്കാൻ ആ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു. പക്ഷേ അബ്രഹാം പറഞ്ഞു, മകനെ, അത് ദൈവം കരുതിക്കൊള്ളും. മലമേൽ യാഗപീഠമൊരുക്കി തൻ്റെ മകനെ അതിനു മുകളിൽ കിടത്തി. കത്തി കയ്യിലെടുത്ത് ആഞ്ഞു വീശാൻ തുടങ്ങുന്ന ആ നിമിഷം സ്വർഗത്തിൽ നിന്ന് ഒരു വിളിയുണ്ടായി. അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏക മകനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ കൊമ്പ് കുടുങ്ങിക്കിടക്കുന്ന ഒരാടിനെ കണ്ടു. തൻ്റെ മകന് പകരമായി ആ ആടിനെ അവൻ ബലിയർപ്പിച്ചു. ആ സ്ഥലത്തിന് അദ്ദേഹം യഹോവ ഇരേ എന്ന് പേരിട്ടു. അബ്രഹാമിൻ്റെ ഈ വലിയ സമർപ്പണം പാഠമാക്കേണ്ടതാണ്. നാമും അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ, ദൈവസമർപ്പണത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നമ്മിൽ നിറവേറും. കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അബ്രഹാമിനെ പോലെ സമർപ്പണത്തോടു കൂടിയുള്ള ജീവിതം തന്ന് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.